തിരുവനന്തപുരം ദേശീയപാതയിലെ വാഹനാപകടത്തിൽ ഒരു മരണം. വെൺപാലവട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. കുഞ്ഞടക്കം 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. കോവളം വെള്ളാർ സ്വദേശി സിമിയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ആയിരുന്നു അപകടം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണത്. എങ്ങനെയാണ് അവിടെ ആ വാഹനത്തിന് നിയന്ത്രണം വിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ്. ലുലുവിൽ നിന്ന് ചാക്കയിലേക്ക് പോകുന്ന മേൽപ്പാലത്തിന്റെ തൊട്ടു താഴെയുള്ള സർവീസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു കുഴിയുണ്ട്, അതായത് ഒരു ഓടയുണ്ട്. ആ ഓടയുടെ താഴെ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വസ്ത്രം കാണാൻ സാധിക്കും. ആ സ്ഥലത്താണ് നേരത്തെ സിമിയുടെ സഹോദരി സിനി, ഒപ്പം തന്നെ സിമിയുടെ കുഞ്ഞടക്കം ഈ മേൽപ്പാലത്തിന് താഴേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യമുണ്ടായത്. ഈ അപകടത്തിന്റെ കാരണം ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും പോയതാവാം എന്നതാണ് പോലീസിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവത്തിനൊടുവിൽ സിമി പുറകിലിരുന്ന ഈ ബൈക്കിന്റെ, അതായത് ഈ സ്കൂട്ടിയുടെ പുറകിലുണ്ടായിരുന്ന സിമി മരണപ്പെട്ടു എന്ന വാർത്തയാണ് അല്പം മുമ്പ് നമ്മളെ തേടിയെത്തുന്നത്. കിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് സിമി മരണപ്പെട്ടത്. തലക്കേറ്റിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതരടക്കം അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ മേൽപ്പാലം. ഇവിടെ ഈ വൺ വേയിൽ നിന്ന് ഉറക്കം കാരണം, അതായത് ഉറക്ക ക്ഷീണം കാരണം നേരെ മേൽപ്പാലത്തിലെ ഭിത്തിയിൽ കൊണ്ട് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് സിനിയും ഒപ്പം തന്നെ കുഞ്ഞും താഴേക്ക് പതിക്കുന്നത്. ഈ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത് സിനിയാണ്. സിനി നേരെ ഓടയിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുഞ്ഞിന് മാത്രമാണ് ഹെൽമെറ്റ് ഇല്ലാതിരുന്നത്. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടായിട്ടും ഈ വീഴ്ചയുടെ ആഘാതത്തിൽ പരിക്ക് പറ്റില്ല, ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു മൂവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സിമി മരണപ്പെട്ടത് എന്ന വാർത്ത വരുന്നത്. ഇവിടെ ഒരു ഈ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഈ അപകടത്തെക്കുറിച്ച് ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയാ ഇത് സംഭവിച്ചത്? ചേട്ടൻ കണ്ടായിരുന്നു? സംഭവം കണ്ടില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് ബോഡി കൊണ്ടുപോയി. പക്ഷേ ഇതിനു മുമ്പ് ഇതേണക്കൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അവിടെ നിന്ന് ഇടിച്ച് മുകളിൽ നിന്ന് താഴെ വീഴുന്നതും ഈ ഓടയ്ക്കകത്ത് വീഴുന്നതും ഇതേ സ്ഥലത്തിന് ഇതേ സ്ഥലത്ത് തന്നെയാണ്. എപ്പോഴാണ് ഉണ്ടായത്? അത് കലോത്സവം നടക്കുന്ന സമയത്ത്, കൊല്ലത്ത് കലോത്സവം നടക്കുന്ന സമയത്ത് സ്വന്തം മോളുടെ കലോത്സവം കഴിഞ്ഞ് അമ്മയും മോളും കൂടെ അവർ മുട്ടത്തറയുള്ളൊരു ടീം, അവർ ഇതണക്ക് ഭാര്യ വന്ന് വീണു. ഭർത്താവ് അവിടെ നിന്ന് എത്തി നോക്കി. പക്ഷേ വരണമെങ്കിൽ ലോഡ്സിൻ്റെ അതുവഴി ഇറങ്ങി വരാനേ പറ്റൂ, ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല. അന്നും വെളുപ്പിന് 4 മണിക്കായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ഒരു 1:45 മണി 2 മണിക്കകത്താവും. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം ആംബുലൻസ് കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. ആരാണ്? നാട്ടുകാരാണോ അല്ലെങ്കിൽ പിന്നെ വേറെ ആരും കൊണ്ടുപോയിരിക്കണം? ലക്ഷ്മി, അതായത് ഇവർ പറയുന്നത് ഇതിനു മുമ്പും സമാനമായിട്ടുള്ള അപകടം ഇതേ സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കലോത്സവ സമയത്താണ് ഒരു കുടുംബം ഇതുപോലെ തന്നെ ഇതേ മേൽപ്പാലത്ത് സമാനമായിട്ടുള്ള സ്ഥലത്ത് അപകടം പറ്റി വീണിട്ടുണ്ടായിരുന്നു. അന്ന് ഗുരുതരമായിട്ട് പരിക്കേറ്റ്, കൈയും കാലിലും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സംഭവിച്ച അപകടം, അതിന്റെ ആഘാതം ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കും. വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 20 അടി താഴ്ചയോളം വരുന്ന മേൽപ്പാലത്തിൽ നിന്നാണ് താഴേക്ക് മൂവരും പതിക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് ഹെൽമറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 3 പേരാണ് ആ സ്കൂട്ടിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഉറക്കം കാരണമാണ് സിമി ഈ മതിലിലേക്ക്, അതായത് ഈ മേൽപ്പാലത്തിന്റെ ഭിത്തിയിലേക്ക് ഇടിച്ചത്. അതിനുശേഷം സ്കൂട്ടി അവിടെ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ മൂവരുമാണ് താഴേക്ക് വീഴുന്നത്. ആ വീഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് മൂവർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരു മരണാനന്തര ചടങ്ങ്
ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലം മയ്യനാടുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ നിന്ന് മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. നിലവിലിപ്പോൾ തൊട്ടടുത്ത ഒരു കടയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഒരുപക്ഷെ ആളുകൾ കാണുന്നുണ്ടാവുക. അതാ ഈ കാണുന്ന ഓടയിലേക്കാണ് കുഞ്ഞും അതുപോലെ തന്നെ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്ന സിനിയും വീണിട്ടുണ്ടായിരുന്നത്. ഈ റോഡിലേക്കാണ് സിമി പതിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സിമിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. തല ഈ ഓടയുടെ ഈ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹെൽമറ്റ് ധരിച്ചിട്ടും വലിയ തരത്തിലുള്ള ആഘാതമാണ് തലക്കേറ്റത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉണ്ടായത്. വലിയ തരത്തിൽ ഇതിനു മുമ്പും ഇതേ തരത്തിലുള്ള അപകടം ഉണ്ടായിരുന്നു. അത് പുലർച്ചെ സമയത്താണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിട്ട്. തിരുവനന്തപുരം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ആണ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. വെൺപാലവട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. കുഞ്ഞടക്കം 3 പേർ ആ അപകടത്തിൽപ്പെട്ടു. കോവളം വെള്ളാർ സ്വദേശിനി സിമി അവർ ആ സ്കൂട്ടറിൻ്റെ പിൻവശത്തിരിക്കുകയായിരുന്നു. അവരാണിപ്പോൾ അപകടത്തിൽ മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ഇതേ സ്ഥലത്ത് ഈ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണിപ്പോൾ അവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞത്. സമാനമായ രീതിയിലുള്ള ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ അപകടങ്ങൾ അവിടെ തുടർച്ചയായി സംഭവിക്കുന്നതിന് മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടത് ഉണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും ആ ദൃശ്യങ്ങൾ ഭീതിതമാണ്, ഞെട്ടലുളവാക്കുന്നതാണ്. അഞ്ജു ജയപ്രകാശാണ് അവിടെ നിന്നും വിശദമായ റിപ്പോർട്ട് നൽകിയത്.